ഹായ് എവ്രി വൺ, ബിസിനസ് ബസ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്താണെന്നുള്ളതിനെ കുറിച്ചും എങ്ങനെയാണ് നിങ്ങൾക്കും സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലാണ്. അപ്പോൾ ഈ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾ ബൂസ്റ്റ് ചെയ്തിട്ട് ഗൂഗിളിൽ ഒരാൾ നിങ്ങളുടെ പ്രൊഡക്ട്സിന് വേണ്ടി സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സർവീസസിന് വേണ്ടി സെർച്ച് ചെയ്യുകയാണ്, പ്രൊഡക്ട്സിന് വേണ്ടി സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഈ ഒരു വെബ്സൈറ്റ് പോപ്പ് ചെയ്ത് വരുന്ന രീതിയിൽ, അതായത് സെർച്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ സെർച്ച് റിസൾട്ട് പേജിൽ ഫസ്റ്റ് പേജിലായിട്ട് ആഡ്സ്, സ്പോൺസേർഡ് ആഡ്സ് എന്ന രീതിയിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ലിങ്കും കാര്യങ്ങളും വരും. അപ്പോൾ അത് അവർക്ക് ക്ലിക്ക് ചെയ്യാനായിട്ട് ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് വെക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് വഴി ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ്സ് വഴി ഗൂഗിളിൽ ആഡ്സ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ട്രാഫിക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ നിങ്ങളുടെ വെബ്സൈറ്റ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ വിസിബിലിറ്റി കൂട്ടാനായിട്ട് സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജസിൽ. അപ്പോൾ എങ്ങനെയാണ് ഇനി സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കീവേഡ് റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്ത് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എന്ത് സർവീസസിന് വേണ്ടിയിട്ടും ആളുകൾ ഗൂഗിളിൽ പോയിട്ടൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സെർച്ച് ചെയ്യുന്ന കാര്യം, ടേംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ കീവേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് കീവേഡാണ് ആളുകൾ കൂടുതലായിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് ഫൈൻഡ് ചെയ്യാനായിട്ട് എൻ്റർ ചെയ്യുന്നത്, ടൈപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് അല്ലെങ്കിൽ പ്രൊഡക്റ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള റിലവൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കീവേഡ്സ് നിങ്ങൾ ചെയ്തല്ലോ, അതിന് വേണ്ടിയിട്ട് അതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പൊട്ടൻഷ്യൽ യൂസർ കണ്ടു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യാൻ തോന്നുന്ന രീതിയിലുള്ള കമ്പല്ലിംഗ് ആയിട്ടുള്ള ആഡ്സ് ചെയ്യുക എന്നുള്ളത്, ആ ആഡ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ എൻഗേജിങ് ആയിട്ടുള്ള റിലവൻ്റ് ആയിട്ടുള്ള ഒരു ആഡ് കോപ്പി ഉണ്ടാക്കണം. അതായത് ആഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, കണ്ടന്റ് ആണ്, ടൈറ്റിൽ എങ്ങനെ വേണം, കണ്ടന്റ് എങ്ങനെ വേണം, ഇമേജ് എങ്ങനെ വേണം, അല്ലെങ്കിൽ വീഡിയോ ആണെങ്കിൽ എങ്ങനെ വേണം എന്നുള്ളത് ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും നിങ്ങളുടെ കീവേഡ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു യൂസർ അത് കണ്ടു കഴിഞ്ഞാൽ അവർക്കത് നല്ല അട്രാക്റ്റീവായിട്ടും ഇൻഫോർമേറ്റീവായിട്ടും ക്ലിക്ക് ചെയ്യാൻ തോന്നുന്ന രീതിയിൽ നിങ്ങൾ അത് ഡിസൈൻ ചെയ്യണം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ നിലവിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ചോയ്സ്. അതുകൂടാതെ നമുക്ക് ബിങ് ആഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ യാഹൂ, ജെമിനി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് സെർച്ച് എഞ്ചിൻ അഡ്വർടൈസിങ് പ്ലാറ്റ്ഫോംസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ബഡ്ജറ്റ് അല്ലെങ്കിൽ ബിഡിങ് സ്ട്രാറ്റജി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ സെറ്റ് ചെയ്യാനായിട്ട് എത്ര രൂപയാണ് നിങ്ങൾ ബഡ്ജറ്റായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾ ആദ്യം ഡിറ്റർമൈൻ ചെയ്യാം. ആൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ക്ലിക്കിനുമാണ് നിങ്ങൾ ഗൂഗിൾ ആഡ്സ് പോലെയൊക്കെയുള്ള പെയ്ഡ് അഡ്വർടൈസിങ് ചെയ്യുന്ന സമയത്ത് ചാർജ് ചെയ്യപ്പെടുന്നത്. അതായത് ഒരു യൂസർ ആ ഒരു ആഡ് കണ്ടതിന് ശേഷം ഇപ്പോൾ ഒരു 10,000 പേര് അത് ആഡ് കണ്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 10,000 പേര് കണ്ടതിന് നിങ്ങൾ ഒന്നിച്ച് പേ ചെയ്യേണ്ടതായിട്ട് വരില്ല. പക്ഷേ ഈ 10,000 പേരിൽ ഒരു 200 പേര് അത് ക്ലിക്ക് ചെയ്തെന്നുണ്ടെങ്കിൽ ഈ 200 ക്ലിക്കിന് നിങ്ങൾ എത്രയാണോ പേ ചെയ്യാനായിട്ട് വില്ലിങ് ആവുന്നത്, ആ ഒരു ക്ലിക്കിന് നിങ്ങൾ എത്രയാണോ പേ ചെയ്യാനായിട്ട് വില്ലിങ് ആവുന്നത് അതിനെയാണ് നമ്മൾ ബിഡ് എമൗണ്ട് എന്ന് പറയാം. അപ്പോൾ ഈ 200 ക്ലിക്കിന് നിങ്ങൾ ഈ ഒരു ഇപ്പോൾ മേ ബി 3 രൂപയാണ് നിങ്ങൾ ബിഡ് എമൗണ്ട് ആയിട്ട് കണക്കാക്കിയിട്ടുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ 200 × 3 600 രൂപയായിരിക്കും നിങ്ങൾ ഈ ഒരു ക്യാമ്പയിന് പേ ചെയ്യേണ്ടതായിട്ട് വരിക. അല്ലാതെ 1000 അല്ലെങ്കിൽ 2000 പേര് അത് കണ്ടു എന്ന് വിചാരിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള എമൗണ്ട് നിങ്ങൾ ഒരിക്കലും പേ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഇനി അതിന് പോരാതെ നിങ്ങൾക്ക് ഡെയിലി അല്ലെങ്കിൽ മന്ത്ലി ബഡ്ജറ്റ് ഇത്രയാണെന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പെൻഡിങ് കൺട്രോൾ ചെയ്യാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് മാക്സിമം നിങ്ങൾ 20,000 രൂപയുടെ ഒരു ക്യാമ്പയിനാണ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് വിചാരിക്കും ഒരു മന്തിന്. പക്ഷെ ഡെയിലി നിങ്ങൾ ഒരു 1000 രൂപയ്ക്ക് അപ്പുറം ആഡ്സ് വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഡെയിലി ബഡ്ജറ്റ് നിങ്ങൾക്ക് 1000 ആക്കി സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ടാർഗറ്റിംഗ് ഓപ്ഷൻസ് ആണ്. അതായത് നമുക്ക് എപ്പോഴും ഒരു ആഡ് ക്യാമ്പയിൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആളുകളുടെ അല്ലെങ്കിൽ ടാർഗറ്റഡ് ഓഡിയൻസിൻ്റെ ഏജ് എങ്ങനെയുള്ളത് വേണം, ഏജ് ഏത് കാറ്റഗറിയിലുള്ളത് വേണം, എത്ര മുതൽ എത്ര ഏജ് വരെയുള്ള
ആളുകളെയാണ് നിങ്ങൾ ഈ ഒരു ആഡ് കൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത്, അവരുടെ ജിയോഗ്രഫിക് ലൊക്കേഷൻ, അവരേത് ഭാഗത്തുള്ളവർ, ഇപ്പം മേ ബി നിങ്ങൾക്ക് ബാംഗ്ലൂരുള്ള ഓഡിയൻസിനെ മാത്രമാണ് ഈ ഒരു ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഡെമോഗ്രാഫിക്സ്, അവരെന്ത് ടൈപ്പ് ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം ഒരു ആഡ് ചെയ്യുന്ന സമയത്ത്. അത് ഒപ്റ്റിമൈസ് ചെയ്ത് മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ ആഡ്സ് ഒരു ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ആളുകളിലേക്കാണ്, റൈറ്റ് ആയിട്ടുള്ള സമയത്താണ് എത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആഡ് എക്സ്റ്റൻഷൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആഡ് എക്സ്റ്റൻഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ്സ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അഡീഷണൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അഡീഷണൽ ഇൻഫർമേഷന് ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങളുടെ ഫോൺ നമ്പേഴ്സ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ തന്നെ ഏതെങ്കിലും സ്പെസിഫിക് പേജസ് നിങ്ങൾക്ക് ലിങ്ക് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള സൈറ്റ് ലിങ്ക്സ് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ആഡ് എക്സ്റ്റൻഷൻസിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ അത് വൈസായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതും നിങ്ങൾക്ക് SEM ചെയ്യാനുള്ള ഒരു വഴിയാണ്. ഇനി 7ാമത്തെ കാര്യമാണ് മോണിറ്റർ ആൻഡ് ഒപ്റ്റിമൈസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ക്യാമ്പയിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മന്തോ അല്ലെങ്കിൽ ഒരു 2 വീക്സ് ഒക്കെ പാസ് ആയി കഴിഞ്ഞാൽ റെഗുലർലി നിങ്ങളുടെ ഈ ഒരു ക്യാമ്പയിൻ്റെ പെർഫോമൻസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിന് പല അനലിറ്റിക്സ് ടൂൾസും ഈ ഒരു അഡ്വർടൈസിങ് പ്ലാറ്റ്ഫോം ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഗൂഗിൾ ആഡ്സ് ആണ് സെലക്ട് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ഈ ആഡ്സ് എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് കാണാനായിട്ട് അതിലെ അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേജ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഈ ഒരു അനലിറ്റിക്സിൽ അവർ പല ടൂൾസും പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിൽ ഓരോ മെട്രിക്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതായത് ക്ലിക്ക് ത്രൂ റേറ്റ്, CTR, എത്ര കൺവേർഷൻ റേറ്റ് എന്നുള്ളത്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് നിങ്ങൾ ഇത്ര സ്പെൻഡ് ചെയ്തു അതിൽ നിങ്ങൾക്ക് എത്ര രൂപയുടെ ബിസിനസ് നടന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു അനലിറ്റിക്സ് പേജിലൂടെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിഡിങ് സ്ട്രാറ്റജി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ആഡ് കോപ്പിയിൽ മാറ്റങ്ങൾ വരുത്താം. നിങ്ങളുടെ ടാർഗറ്റിംഗ് നിങ്ങൾക്ക് ഈ ഒരു ക്യാമ്പയിൻ്റെ പെർഫോമൻസിനനുസരിച്ച് ചേഞ്ച് ചെയ്തിട്ട് മാക്സിമം റിസൾട്ട്സ് കൊണ്ടുവരുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളതാണ് ലാൻഡിംഗ് പേജ് ഒപ്റ്റിമൈസേഷൻ. അതായത് നിങ്ങളൊരു ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു ലിങ്ക് ഒബ്വിയസ്ലി കൊടുക്കുമല്ലോ, നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ഉള്ള ഒരു ലിങ്ക് നിങ്ങൾ കൊടുക്കും. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന യൂസർ ഏത് പേജിലേക്കാണോ ലാൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പേജിനെയാണ് നമ്മൾ ലാൻഡിംഗ് പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാൻഡിംഗ് പേജസ് നിങ്ങൾ റിലവൻ്റ് ആയിട്ട് നിങ്ങളുടെ ആഡ് കോപ്പിക്ക് റിലവൻ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അത് നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് എന്നുള്ളതും നിങ്ങൾ ഉറപ്പുവരുത്തണം. അതായത് വെബ്സൈറ്റിൻ്റെ ലാഗോ അല്ലെങ്കിൽ ലോഡാവാത്ത പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയുള്ളത് മാക്സിമം നിങ്ങൾ ടേക്ക് കെയർ ചെയ്യണം. അതുമാത്രമല്ല നിങ്ങളുടെ ലാൻഡിംഗ് പേജസ് കൺവേർഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യണം. മാക്സിമം കൺവേർഷൻസ് കൊണ്ടുവരും, സെയിലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ആ ഒരു ലാൻഡിംഗ് പേജ് ഡിസൈൻ ചെയ്യേണ്ടത്. അതിനകത്ത് ക്ലിയർ ആയിട്ടുള്ള കോൾസ് ടു ആക്ഷൻസ്, അതായത് ഷോപ്പ് നൗന്നോ അല്ലെങ്കിൽ ബുക്ക് നൗ അങ്ങനെയൊക്കെയുള്ള കോൾ നൗ അങ്ങനെയൊക്കെയുള്ള കോൾസ് ടു ആക്ഷൻ എന്ന് പറയുന്ന സംഗതികൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. മാത്രമല്ല റിലവൻ്റ് ആയിട്ടുള്ള കണ്ടന്റും അതിനകത്ത് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. കസ്റ്റമേഴ്സ് എന്ത് പ്രൊഡക്ട്സ് ആണോ അല്ലെങ്കിൽ എന്ത് സർവീസസ് ആണോ ആഗ്രഹിച്ചു വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഈ ഒരു ലാൻഡിംഗ് പേജിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ കണ്ടിന്യൂസ്ലി നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആഡ് ക്രിയേറ്റീവ്സ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കീവേഡ്സ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ടാർഗറ്റിംഗ് ഓപ്ഷൻസ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഓവർ ദി ടൈം നമുക്ക് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും, റിസൾട്ട്സ് മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ക്യാമ്പയിനിൽ നിന്ന്. A/B ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് 2 ഓപ്ഷൻസ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. 2 രീതിയിൽ ആഡ് കോപ്പി ചെയ്ത് വെച്ചിട്ട് രണ്ടും നിങ്ങൾ ലൈവ് ആക്കി വിട്ടിട്ട് ഏതാണ് ഇതിനകത്ത് ബെറ്റർ റിസൾട്ട്സ് കൊണ്ടുവന്നത് എന്നുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഏതാണോ ബെസ്റ്റായിട്ട് വർക്ക് ചെയ്തത് അതിൻ്റെ ബേസിസിൽ നിങ്ങൾ എഫക്റ്റീവ്നെസ് കമ്പയർ ചെയ്തിട്ട് കുറച്ചുകൂടി ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതാണ് ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി 10ാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റേ അപ്ഡേറ്റഡ് എന്നുള്ളതാണ്. സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഫീൽഡാണ്. ഒബ്വിയസ്ലി സെർച്ച് എഞ്ചിൻസ് ഒക്കെ ഫ്രീക്വൻ്റ്ലി അവരുടെ അൽഗോരിതം മാറ്റുന്നുണ്ട്, ആഡ് പ്ലാറ്റ്ഫോംസിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്നലെ കണ്ടതുപോലെ ആവില്ല ഇന്ന് നിങ്ങൾ നോക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇൻഡസ്ട്രി ട്രെൻഡിൻ്റെ മുകളിൽ ഇൻഫോംഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോമ്പറ്റീഷനിൽ മുന്നിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ബെസ്റ്റ് പ്രാക്ടീസസ് എന്നുള്ളതിനെ പറ്റി നിങ്ങൾ അവെയർ ആയിട്ടിരിക്കണം. അപ്പോൾ ഈ സ്റ്റെപ്സ് എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജീസ് ഒക്കെ കണ്ടിന്യൂസ്ലി റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി SEM എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ വിസിബിലിറ്റി കൂട്ടാനും ടാർഗറ്റഡ് ആയിട്ടുള്ള ട്രാഫിക് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം.